ഈ അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്താണ്, ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിന്റെ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വൺ വേ ഷിയർ എന്താണ്, ടു വേ ഷിയർ എന്താണ്, ഡെപ്തിന്റെ പ്രാധാന്യം, ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഡെപ്തിനുള്ള പ്രാധാന്യം എന്താണ് എന്നതൊക്കെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിന്റെ ഡിസൈനിലേക്ക് പോകുന്നതിന് മുൻപായി നമുക്ക് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. Isolated footings are adopted to support column load of a building and it is independent of each other without influence of other footings. അതായത് നമുക്കറിയാം ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഷാലോ ഫൗണ്ടേഷൻ under വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഒരു കോളത്തിന്റെ ലോഡ് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മീഡിയം ആയിട്ടാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഈ പല കോളംസ് ഉണ്ടായിരിക്കും. ഒരു ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ പല കോളംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ കോളംസിനും ഇൻഡിവിജ്വൽ ആയിട്ട് ഫൂട്ടിങ്സും ഉണ്ടായിരിക്കും. ഈ ഫൂട്ടിങ്സ് തമ്മിൽ യാതൊരുവിധ ഇൻഫ്ലുവൻസും ഉണ്ടായിരിക്കില്ല. ഈ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് തന്നെ എഗെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സിമ്പിൾ ഫൂട്ടിംഗ് ഉണ്ട്, അതുപോലെ സ്ലോപ്ഡ് ഫൂട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ഉണ്ട്. അതിന്റെ റീഇൻഫോഴ്സ്മെന്റിന്റെ പാറ്റേൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആക്ച്വൽ സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതൊരു ഐസൊലേറ്റഡ് ഫൂട്ടിംഗിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദെൻ നമുക്ക് ഐസൊലേറ്റഡ് ഫൂട്ടിംഗിന്റെ ഡിസൈനിലേക്ക് പോകാം. നമുക്കൊരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. ഡിസൈൻ എ റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ഓഫ് യൂണിഫോം തിക്നെസ് ഹാവിംഗ് കോളം സൈസ് 500 mm by 300 mm carrying 1200 kN axial load and the safe bearing capacity of soil is 200 kN per meter square. Use M20 concrete and Fe456 steel and check one way and two way shear. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ഫൂട്ടിംഗ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. സൈസ് ഓഫ് ഫൂട്ടിംഗ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് കോളത്തിന്റെ ഷേപ്പ് സ്ക്വയർ ആണെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഫൂട്ടിങ്ങിന്റെ ഷേപ്പും സ്ക്വയർ ആയിരിക്കും. അതുപോലെ തന്നെ റെക്ടാങ്കിൾ ആണ്, കോളത്തിന്റെ ഷേപ്പ് റെക്ടാങ്കിൾ ആണെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഫൂട്ടിങ്ങിന്റെ ഷേപ്പും റെക്ടാങ്കിൾ ആയിരിക്കും. ദെൻ നമ്മൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിനായിട്ട് ഏരിയ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഏരിയ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് ഓൺ ഫൂട്ടിംഗ് ഡിവൈഡഡ് ബൈ സോയിൽ ബെയറിംഗ് കപ്പാസിറ്റി. അതായത് നമ്മുടെ കോളത്തിൽ നമ്മുടെ ഫൂട്ടിങ്ങിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാണ് ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അതുപോലെ തന്നെ സോയിൽ ബെയറിംഗ് കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടും. നമ്മളൊരു ആക്ച്വൽ സൈറ്റിൽ അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുകയാണ്, നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന്റെ സ്ട്രക്ചർ വരുന്ന അതായത് ഓരോ ഫൂട്ടിങ്ങിൽ വരുന്ന ലോഡ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സ് മുഖാന്തരം നമ്മൾ സൈറ്റിലെ സോയിലിന്റെ ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക. അവ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു റെക്ടാങ്കുലർ ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിന്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് റെക്ടാങ്കുലർ കോളമാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. റെക്ടാങ്കുലർ കോളത്തിന് റെക്ടാങ്കുലർ ഫൂട്ടിങ്ങും അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. In our question, load on column is equal to 1200 kN. Then നമ്മൾ ഒരു 10% ഓഫ് ആക്സിയൽ ലോഡിന്റെ എക്സ്ട്രാ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 1200 plus 120 that is equal to 1320 kN. Then നമ്മൾ ഏരിയ ഓഫ് ഫൂട്ടിംഗ് ഡിറ്റർമൈൻ ചെയ്യാണ്. അപ്പോൾ ഏരിയ ഓഫ് ഫൂട്ടിംഗ് ഈസ് ഈക്വൽ ടു ലോഡ് ഓൺ ഫൂട്ടിംഗ് ഡിവൈഡഡ് ബൈ സോയിൽ ബെയറിംഗ് കപ്പാസിറ്റി. ലോഡ് ഓൺ ഫൂട്ടിംഗ് എന്ന് പറയുന്നത് 1320 kN ആണ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോയിൽ ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 ആണ് പെർസെൻറ്റേജ്. അപ്പോൾ 1320 ഡിവൈഡഡ് ബൈ 200 ഈസ് ഈക്വൽ ടു 6.6 മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ലഭിക്കും. അതായത് ഏരിയ ഓഫ് ഫൂട്ടിംഗ് നമുക്ക് 6.6 മീറ്റർ സ്ക്വയർ ആണ് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ബ്രെഡ്ത്തും അതായത് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്തും ലെങ്തുമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായി നമുക്ക് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് ബൈ ലെങ്തിന്റെ റേഷ്യോയും അതുപോലെ തന്നെ കോളത്തിന്റെ ബ്രെഡ്ത്ത് ബൈ ലെങ്ത് റേഷ്യോയും നമുക്ക് കൺസിഡർ ചെയ്യാം. ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് ഫൂട്ടിംഗ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്നത് കോളത്തിന്റെ ബ്രെഡ്ത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സ്മോൾ ലെറ്റർ എൽ എന്ന് പറയുന്നത് കോളത്തിന്റെ ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. Capital letter B divided by L is equal to small letter b divided by L is equal to 300 divided by 500. That is equal to 1.5 divided by 2.5 എന്ന് നമുക്ക് ലഭിക്കും. Then capital letter B is equal to 1.5 divided by 2.5 L എന്ന് നമുക്ക് ഇക്വേഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. Then capital letter B into capital letter L is equal to 6.6 meter square. ഇതിനെ നമുക്ക് equation number 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. Then 1.5 divided by 2.5 L square is equal to 6.6 എന്ന് നമുക്ക് ലഭിക്കും. അതായത് ഇക്വേഷൻ 2വിനകത്ത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് ഈ ഫോമിലേക്ക് ലഭിക്കും. അവിടെ നിന്ന് നമുക്ക് ക്യാപിറ്റൽ L is equal to 3.5 മീറ്റർ എന്ന്
ലഭിക്കും. അതായത് ഫൂട്ടിങ്ങിന്റെ ലെങ്ത് 3.5 മീറ്റർ ആണ് നമുക്ക് ലഭിച്ചു. ദെൻ ക്യാപിറ്റൽ എല്ലിന്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ B is equal to 1.5 divided by 2.5 എല്ലിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ബിയുടെ വാല്യൂ ലഭിക്കും. അതായത് 2 മീറ്റർ ആണ് നമുക്ക് ലഭിക്കും. ദെൻ we provide a footing of size 3.5 meter by 2 meter. നമുക്ക് കാണാൻ സാധിക്കും. അതായത് 3500 mm ആണ് നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത്, ഫൂട്ടിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. 2000 mm ആണ് ഇതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ്, net upward soil pressure. It is defined as the sum of overburden pressure from soil weight present above the footing and the self weight of structure. It is also known as the allowable bearing capacity for soil. നെറ്റ് അപ്വേർഡ് സോയിൽ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ കാണാൻ സാധിക്കും. ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ബോട്ടം പോർഷൻ കാണുന്നത്, ഫൂട്ടിങ്ങിന് മുന്നിലേക്ക് സോയിലുണ്ട്. അപ്പോൾ ഈ സോയിലിന്റെ വെയിറ്റ് പ്ലസ് സ്ട്രക്ചറിന്റെ വെയിറ്റ് ആണ്, അതായത് മുകളിലേക്കുള്ള സ്ട്രക്ചറിന്റെ വെയിറ്റ് ആണ് നെറ്റ് അപ്വേർഡ് സോയിൽ പ്രഷർ എന്ന് പറയുന്നത്. നെറ്റ് അപ്വേർഡ് സോയിൽ പ്രഷർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫാക്ടേഡ്, അതായത് ഫാക്ടറിയാണ് നമുക്ക് 1.5 മൾട്ടിപ്ലൈഡ് ബൈ total load on footing divided by area of footing, that is equal to 1.5 into 1320 divided by 7, that is equal to 282 kilonewton per meter square. Next step, bending moment determination. UDL along x direction is equal to net upward pressure into 2 meter. 2 meter എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനുള്ള ലെങ്ത് ആണ്. That is equal to 282. 282 നമുക്ക് നെറ്റ് അപ്വേർഡ് പ്രഷർ കഴിഞ്ഞ സ്റ്റെപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. 282 into 2, that is equal to 564 kilonewton per meter. Then UDL along y direction. Y direction ഉള്ള UDL, that is equal to net upward pressure into either directionലെ ലെങ്ത്, അത് 3.5 meter ആണ്. That is equal to 282 into 3.5, that is equal to 987 kilonewton per meter. Then critical section എന്ന് പറയുന്നത് കോളത്തിന്റെ ഫേസ് തൊട്ട് ഫൂട്ടിങ്ങിന്റെ എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സ് ഡയറക്ഷനുള്ള ക്രിട്ടിക്കൽ സെക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ക്രിട്ടിക്കൽ സെക്ഷൻ അലോങ് എക്സ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.5 മീറ്റർ ഡിവൈഡഡ് ബൈ 2. അതെന്ന് പറഞ്ഞാൽ 3.5 മീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ലെങ്ത് ബൈ 2 മൈനസ് 0.5 ബൈ 2. ഈ 0.5 എന്ന് പറയുന്നത് കോളത്തിന്റെ സൈസ് ആണ്, കോളത്തിന്റെ സൈസ് ബൈ 2. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ സെക്ഷന്റെ ലെങ്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 മീറ്റർ. ദെൻ ബെൻഡിങ് മൂവ്മെന്റ് അലോങ് എക്സ് ഡയറക്ഷൻ, അതായത് ഒരു ഐസൊലേറ്റഡ് നമുക്കൊരു ഫൂട്ടിങ്ങിന് റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിന് ഈ പോർഷൻ നമുക്കൊരു ക്യാൻലിവർ പോർഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ക്യാൻലിവറിന്റെ മാക്സിമം ബെൻഡിങ് മൂവ്മെന്റ് എന്ന് പറയുന്നത് WL²/2 ആണ് നമുക്ക് പറയാം. ദെൻ mx, bending moment along x direction is equal to WL²/2. W എന്ന് പറയുന്നത് 564 ആണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തു. ദെൻ L എന്ന് പറയുന്നത് 1.5 മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 634.5 kilonewton meter. ദെൻ ക്രിട്ടിക്കൽ സെക്ഷൻ അലോങ് y ഡയറക്ഷൻ. y ഡയറക്ഷനിലെ ക്രിട്ടിക്കൽ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം, അതായത് കോളത്തിന്റെ ഫേസ് തൊട്ട് ഇതിന്റെ കോളത്തിന്റെ ഫൂട്ടിങ്ങിന്റെ എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഇതാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് y ഡയറക്ഷനിൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/2. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്ത് ആണ് നമുക്കറിയാം, അതായത് ബൈ 2 മൈനസ് 0.3/2. 0.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളത്തിന്റെ ബ്രെഡ്ത്ത് ആണ്, അത് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.85 മീറ്റർ. ദെൻ ബെൻഡിങ് മൂവ്മെന്റ് അലോങ് y direction is equal to WL²/2, that is equal to 987 into 0.85 square divided by 2, that is equal to 356.5 kilonewton meter. നെക്സ്റ്റ് സ്റ്റെപ്പ്, തിക്നെസ് ഓഫ് ഫൂട്ടിംഗ്. അതായത് നമ്മൾ ഫൂട്ടിങ്ങിന്റെ തിക്നെസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ഫൂട്ടിങ്ങിൽ നമ്മൾ ഷിയർ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് ഷിയർ റീൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിറപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഫൂട്ടിങ്ങിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഡെപ്ത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ സഫിഷ്യൻ ടു റെസിസ്റ്റ് ഷിയർ ഫോഴ്സ് വിത്തൗട്ട് ഷിയർ റീൻഫോഴ്സ്മെന്റ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതായത് നമ്മുടെ ഷിയറിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര ഡെപ്ത് നമ്മൾ ഫൂട്ടിങ്ങിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം.
അതുപോലെ തന്നെ നമ്മൾ കംപ്രഷൻ സ്റ്റീൽ നമ്മൾ ഫൂട്ടിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഡെപ്ത് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേനും സഫിഷ്യൻറ്റ് ടു റെസിസ്റ്റ് ദ ബെൻഡിങ് മൂവ്മെന്റ് വിത്തൗട്ട് കംപ്രഷൻ സ്റ്റീൽ നമ്മൾ ക്രൈറ്റീരിയയും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫൂട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സോയിലുമായിട്ട് വളരെയധികം കോണ്ടാക്ട് വരുന്ന ഒരു ഏരിയയാണ്. ഫൂട്ടിങ്ങിന്റെ സറൗണ്ടിങ് എന്ന് പറയുന്നത് സോയിലുമായിട്ട് വളരെയധികം കോണ്ടാക്ട് വരും. അപ്പോൾ കൊറോഷന്റെ ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഡെപ്ത് എന്ന് പറയുന്നത് ടു സഫിഷ്യന്റ് ആയിരിക്കണം, കൊറോഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സഫിഷ്യന്റ് ആയിരിക്കണം. തിക്നെസ് ഓഫ് ഫൂട്ടിംഗ് നമ്മൾ പ്രധാനമായിട്ടും 2 ചെക്കുകളാണ് നടത്തുന്നത്. അതായത് 1-way shear ചെക്കും 2-way shear ചെക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 1-way shear എന്താണെന്ന് നോക്കാം. When the footing bent in one direction, critical section is located at a distance d from the face of column. d is the effective depth of footing. അതായത് 1-way shearing നമുക്ക് ഫൂട്ടിങ് ഒരു ഡയറക്ഷൻ ഷിയർ ചെയ്യുന്നു എന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് കോളത്തിന്റെ ഫേസിൽ നിന്ന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും ക്രിട്ടിക്കൽ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ പോർഷൻ ആയിരിക്കും ക്രിട്ടിക്കൽ സെക്ഷൻ. അതായത് ഒരു കോളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോളം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫൂട്ടിങ്ങിലേക്കായിരിക്കും. അതായത് കോളത്തിൽ നിന്ന് ലോഡ് ഒരു 45 ഡിഗ്രി ആംഗിളിൽ ചെരിഞ്ഞിട്ടാണ് ഇതിന്റെ ഫൂട്ടിങ്ങിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതൊരു നമുക്കറിയാം, ഈ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ഐസോസെലസ് ട്രയാങ്കിളാണ്. ഇതിന്റെ ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഡി ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ആംഗിൾ 45 ഡിഗ്രി ആണ്. അപ്പോൾ ഇതിന്റെ ഇൻസൈഡ് ആംഗിൾ എല്ലാം 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ പോർഷൻ എന്ന് പറയുന്നത് ഡി ആയിരിക്കും, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ പോർഷൻ എന്ന് പറഞ്ഞത് ഈ സൈഡ് എന്ന് പറയുന്നത് ഡി ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പം കോളത്തിൽ നിന്ന് ഒരു ഡി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഇതിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്. അറിയാം, ഇവിടെ കാണുമ്പോൾ നമുക്ക് സാധിക്കും ഡി ഡിസ്റ്റൻസ് കോളത്തിന്റെ ഫേസിൽ നിന്ന് മാറിയിട്ട് ക്രിട്ടിക്കൽ സെക്ഷൻ വന്നിരിക്കും. Then check for 1-way shear. First of all, factored shear force BU1 is equal to pressure into shaded area. അതായത് ഫാക്ടേഡ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അതായത് കോളത്തിന്റെ ഫേസിൽ നിന്ന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ട് ഈ പോർഷനിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് ആണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പ്രഷറിനെ നമ്മൾ ഷേഡഡ് ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. പ്രഷർ എന്ന് പറയുന്നത് 282 kN/m² ആണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ 0.282 എന്ന് പറയുന്നത് Nm/mm² ആണ് തന്നിരിക്കുന്നത്. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഷേഡഡ് ഏരിയ ആണ്. ഇതിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് 3500 മൈനസ് 500 ഡിവൈഡഡ് ബൈ 2. ഈ 3500 എന്ന് പറയുന്നത് ലെങ്ത് ആണ്, ഫൂട്ടിങ്ങിന്റെ ലെങ്ത് ആണ്. 500 എന്ന് പറയുന്നത് കോളത്തിന്റെ ലെങ്ത് ആണ്. ദെൻ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് ഈ കോളത്തിന്റെ ഫേസ് വരെയുള്ള ഫൂട്ടിങ്ങിന്റെ എഡ്ജ് തൊട്ട് കോളത്തിന്റെ ഫേസ് വരെയുള്ള ഡിസ്റ്റൻസ് ലഭിച്ചിട്ടുണ്ട്. ദെൻ റിമൈനിങ് ഒരു ഡി ആണ്. ഈ ഡീനെ ഇതിൽ നിന്ന് ഡിഡക്ട് ചെയ്യുക, മൈനസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഷേഡ് ഏരിയയുടെ ലെങ്ത് കൃത്യമായിട്ട് ലഭിക്കും. ദെൻ അതിനെ 2000 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിന്റെ സെക്ഷണൽ ഏരിയ കിട്ടും, ഷേഡഡ് ഏരിയയുടെ ഏരിയ ലഭിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 564 മൾട്ടിപ്ലൈഡ് ബൈ 1500 മൈനസ് ഡി. ദാറ്റ് ഈസ് ഈക്വൽ ടു 846,000 മൈനസ് 564 ഡി. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ 1-way shear റെസിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 1-way shear റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഈ പോർഷനിൽ, അതായത് ഈ ഷെയ്ഡഡ് ഏരിയയുടെ ഈ പോർഷനിൽ നമുക്ക് ഒരു ഷിയർ ഫോഴ്സ് ഉണ്ട്. ബട്ട് ഇവിടെ ഈ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുമെങ്കിലും നമ്മളൊരു ഷിയർ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് ഫൂട്ടിങ് നമ്മൾ ഷിയർ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് 1-way shear റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ്. അതായത് ഈ കോൺക്രീറ്റ് ഇറ്റ്സെൽഫ് ആയിട്ട് തന്നെ കോൺക്രീറ്റ് തന്നെ എത്രത്തോളം ഈ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കുകയാണ്. That is equal to 1-way shear resistance VC1 is equal to tau C. Tau C എന്ന് പറഞ്ഞാൽ permissible shear stress ആണ്, maximum shear stress ആണ്, multiplied by section perimeter into D. Assuming a percentage of steel PT is equal to 0.25%. Then for M20 grade concrete from IS456 2000 table 90 page 73 tau C value നമുക്ക് 0.36 MB ആയിട്ട് കിട്ടും. Then VC1 is equal to 0.36 into 2000 D. That is equal to 720 D. അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 1-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡെപ്ത് D is equal to 660 mm എന്ന് നമുക്ക് ലഭിക്കും. ഈ ഡെപ്ത് കൊണ്ട് തന്നെ VU1ന്റെ ഇക്വേഷനകത്ത്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് V1ന്റെ വാല്യൂ കിട്ടും. V1ന്റെ വാല്യൂ 473 കിലോ ന്യൂട്ടൺ എന്ന് ലഭിക്കും. ദെൻ നമ്മൾ ടോ വി ഡിറ്റർമൈൻ ചെയ്യണം. ടോ വി ഈസ് ഈക്വൽ ടു V1 ഡിവൈഡഡ് ബൈ BD. V1ന്റെ വാല്യൂ നമുക്ക് മുകളിൽ നിന്ന് ലഭിച്ചു. ദെൻ B മീൻസ് ബ്രെഡ്ത്ത്, ദെൻ D മീൻസ് ഡെപ്ത്. അപ്പോൾ നമുക്ക് 0.204 ന്യൂട്ടൺ പെർ mm² എന്ന് ലഭിക്കും. നമുക്ക് ഐസ്കോഡിൽ നമുക്ക് ടോസിയുടെ വാല്യൂ 0.36 ന്യൂട്ടൺ പെർ mm² ആണ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ടോ വി ഈസ് ലെസ് ദാൻ ടോസി. ടോ വി നമ്മുടെ ടോസിനേക്കാളും കുറവാണ്. അതുകൊണ്ട് ഡെപ്ത് പ്രൊവൈഡ് ഈസ് സേഫ്. ദെൻ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ചെക്ക് ഫോർ ടു വേ ഷിയർ ആണ്. ടു വേ ഷിയർ ചെക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് ടു വേ ഷിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. Two way shear or punching shear. When the footing bend in two directions, critical section is located at a distance d/2 from the face of the column. D is equal to effective depth of footing. അതായത് നമ്മുടെ ഫൂട്ടിങ് രണ്ട് ഡയറക്ഷൻ ഷിയർ ചെയ്യാണ്. അതായത് രണ്ട് ഡയറക്ഷൻ ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് d/2, അതായത് കോളത്തിന്റെ ഫേസിൽ നിന്ന് d/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഇതിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്. അതായത് നമുക്ക് പഞ്ചിങ് ഷിയറിന് ഈ ഡെപ്തിൽ ഫുട്ടിങ്ങിന്റെ ഡെപ്തിലുള്ള ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നമുക്കൊരു പേപ്പർ എടുക്കാം. ആ പേപ്പർ, അതായത് സാധാരണ ഒരു പേപ്പർ, ആ പേപ്പർ നമുക്ക് ഒരു പെൻസിലോ പേനയോ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കുക. അപ്പോൾ അത് കുഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം. അത് റിഫ്ലക്ട് ചെയ്യുക, കുഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ നമ്മളൊരു കട്ടിയുള്ള അല്ലെങ്കിൽ ഒരു വലിയ നല്ല തിക്നെസ് ഉള്ള ഒരു ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തിട്ട് പെന്നോ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി നോക്കുക. അപ്പോൾ അത് കുഴിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഫസ്റ്റ് കേസിൽ ഡെപ്ത് അല്ലെങ്കിൽ തിക്നെസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഈ പഞ്ചിങ്ങിന്റെ ഒരു എഫക്റ്റ് ഉണ്ടായി. എന്നാൽ ബുക്ക് എടുത്തപ്പോഴത്തേക്കും അതിന്റെ തിക്നെസ് കൂടി. അപ്പോഴത്തേക്കും ഡെപ്ത് കൂടിയപ്പോഴത്തേക്കും തന്നെ ഈ പഞ്ചിങ്ങിന്റെ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫൂട്ടിങ്ങിന്റെ കേസിലും ഡെപ്തിന് വളരെ പ്രാധാന്യമുണ്ട് ഈ പഞ്ചിങ്ങിന്. അതായത് ഡെപ്ത് കുറയുന്നതനുസരിച്ച് പഞ്ചിങ്ങിന്റെ എഫക്റ്റ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഡെപ്ത് കൂടുന്നതനുസരിച്ച് അത് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. Then check for two-way shear or punching shear. First of all, factored shear force VU2 is equal to soil pressure into shaded area. Soil pressure എത്രയാണ് നമുക്കറിയാം, 0.282 ന്യൂട്ടൺ പെർ mm². Then shaded area ആണ് കണ്ടുപിടിക്കേണ്ടത്. d/2 ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഈ കാണുന്ന ഷെയ്ഡഡ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ടോട്ടൽ ഏരിയ, ഈ ഫൂട്ടിങ്ങിന്റെ ടോട്ടൽ ഏരിയ മൈനസ് ഈ d/2 ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഏരിയ ആണ് ഡിഡക്ട് ചെയ്യുന്നത്. അതായത് 1160 എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നത് 500 പ്ലസ് d/2, അതായത് ബോത്ത് സൈഡിലും d/2 ആഡ് ചെയ്യുമ്പോൾ 500 പ്ലസ് 660 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1160 കിട്ടും. ദെൻ 960 കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 പ്ലസ് d/2 പ്ലസ് d/2, അപ്പോൾ നമുക്ക് 960 ലഭിക്കും. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 1659.96 kilonewton. Then two-way shear resistance BC2 is equal to Ks into tau c into sectional area. From IS456 2000, page 58, clause 31.6.3, beta c is equal to short side divided by long side. Short side ഇവിടെ കോളത്തിന്റെ 300 ആണ്, ലോങ് സൈഡ് എന്ന് പറയുന്നത് 500 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6. ദെൻ നമ്മൾ KSന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുകയാണ്. That is equal to 0.5 plus beta c. 0.5 that is equal to 0.5 plus beta c യുടെ വാല്യൂ 0.6 ആണ് നമുക്കറിയാം. That is equal to 1.1 എന്ന് പറയും. അതായത് KSന്റെ വാല്യൂ 1.1 എന്ന് ലഭിക്കും. 1.1 1നേക്കാളും ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് KSന്റെ വാല്യൂ 1 ആയിട്ട് നമ്മൾ എടുക്കും. ദെൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ടോസിയുടെ വാല്യൂ ആണ്. ടോസി is equal to 0.25 root FCK. FCKയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. FCK എന്ന് പറഞ്ഞാൽ M20 കോൺക്രീറ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ 0.25 root 20 that is equal to 1.12 ന്യൂട്ടൺ പെർ mm². ദെൻ ഈ വാല്യൂസ് എല്ലാം നമ്മൾ BC2ന്റെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 3134.208 കിലോ ന്യൂട്ടൺ എന്ന് നമുക്ക് ലഭിക്കും. സോ VU2 ഈസ് ലെസ് ദാൻ BC2. അതുകൊണ്ട് തന്നെ ഡെപ്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സേഫ് ആണ്, നമുക്ക് ലഭിക്കും. Then design of flexural reinforcement. Then consider a section XS. XS ൽ നമുക്കൊരു സെക്ഷൻ കൺസിഡർ ചെയ്യാം.
mx is equal to 634.5 kilonewton meter. അതായത് നമ്മൾ ബെൻഡ് മൂവ്മെന്റ് ഇൻ എക്സ് ഡയറക്ഷൻ നമ്മൾ മുൻപത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ലോങ് ഡയറക്ഷനുള്ള ബെൻഡിങ് മൂവ്മെന്റ്, അതായത് കാന്റിലിവർ പോർഷന്റെ മാക്സിമം ബെൻഡിങ് മൂവ്മെന്റ് എത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതാണ് 634.5 kilonewton meter. Then mx is equal to 0.87 into fy into ast into d, small d ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് ആണ്, into 1 minus fy into ast divided by fck bd. ഈ വാല്യൂസ് എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ast ലോങ് ഡയറക്ഷനുള്ള ന്റെ വാല്യൂ ലഭിക്കുന്നത് 2784.57 mm² നമുക്ക് ലഭിക്കും. ഇത് നമുക്ക് 12 mm ഡയബാർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. 12 mm ഡയബാർസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും number of bars is equal to ast in long direction divided by ast. അതായത് 1 ബാറിന്റെ ast എത്രയാണ്, 12 mm ഡയബാറിന്റെ ast എത്രയാണ് അത് കൊടുക്കുക. That is equal to 2784.57 divided by ast of 1 bar. ast of 1 bar നമുക്ക് ലഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5/4 d². ഡിയുടെ സ്ഥാനത്തുള്ള ഡയമീറ്റർ ഓഫ് ദ ബാർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 113.07 നമ്പർ ലഭിക്കും. That is equal to 25 numbers നമുക്ക് ലഭിക്കും. 25 numbers 12 mm ഡയബാർ ലോങ് ഡയറക്ഷൻ നമുക്ക് കൊടുക്കുന്നത് ലഭിക്കും. Then spacing s is equal to 2000 minus 50 into 2. അതായത് കവർ, രണ്ട് ഡയറക്ഷനുള്ള കവർ നമ്മൾ 50 mm ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 50 into 2 വന്നിരിക്കുന്നത്. Minus 12. 12 means the diameter of the bar. The whole divided by number of bars minus 1. That is equal to 78 mm center to center spacing നമുക്ക് ലഭിക്കും. In long direction, we provide 12 mm diabar at 78 mm center to center spacing എന്ന് ഇതിൽ നമുക്ക് ലഭിക്കും. Then consider section YY direction നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. my വാല്യൂ എന്നുള്ളത്, അതായത് y ഡയറക്ഷൻ ഷോർട്ടർ ഡയറക്ഷനുള്ള my വാല്യൂ നമ്മൾ മുകളിലത്തെ സ്റ്റെപ്പിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. That is equal to 356.5 kilonewton meter എന്ന് ലഭിച്ചിട്ടുണ്ട്. Then my is equal to 0.87 fy into ast into d all multiplied by 1 minus fy ast divided by fck bd എന്നുള്ളത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. Then ast in short direction, ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ast in short direction നമുക്ക് ലഭിക്കും. That is equal to 1532 mm² ലഭിക്കും. We provide 12 mm diabar. Number of bars is equal to ast short divided by ast value for 1 bar. That is equal to 1532 divided by 113. That is equal to 30 numbers നമുക്ക് ലഭിക്കും. അതായത് ഷോർട്ട് ഡയറക്ഷൻ നമ്മൾ 30 numbers ഓഫ് ബാർസ് 12 mm ഡയബാർസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ലഭിക്കും. സ്പേസിംഗ് ഈസ് ഈക്വൽ ടു സ്പേസിംഗ് നമുക്ക് 157 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ലഭിക്കും. ഇൻ ഷോർട്ട് ഡയറക്ഷൻ വി പ്രൊവൈഡ് 12 mm ഡയബാർ അറ്റ് 150 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്. ദെൻ നമുക്ക് നോക്കേണ്ടത് ഫൂട്ടിംഗ് നോർമലി കൊടുക്കുന്ന കവർ എന്ന് പറയുന്നത് 50 mm ആണ്. അതായത് PCC പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫൂട്ടിംഗ് കാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നോർമലി നമ്മൾ 50 mm കവറാണ് കൊടുക്കുന്നത്. അല്ലാത്ത പക്ഷം, അതായത് ഫൂട്ടിംഗ് നമ്മൾ ഡയറക്റ്റ് സോയിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അത് PCC നൽകിയിട്ടില്ലെങ്കിൽ നമ്മൾ 75 mm കവർ നോർമലി പ്രൊവൈഡ് ചെയ്യും. ദെൻ നമുക്ക് ടോട്ടൽ ഡെപ്ത് D എത്രയാണ് ഡിറ്റർമിൻ ചെയ്യാം. ടോട്ടൽ ഡെപ്ത് D ഈസ് ഈക്വൽ ടു 660, അതായത് സ്മോൾ d എന്നുള്ളത് ടോപ്പിൽ നിന്ന് റീൻഫോഴ്സ്മെന്റിന്റെ സെന്റർ വരെയുള്ള ഡയമെൻഷൻ 660 പ്ലസ് 50 mm. 50 mm എന്ന് പറഞ്ഞാൽ ക്ലിയർ കവർ പ്രൊവൈഡ് ചെയ്തിരിക്കും. ദെൻ 12 mm diameter of the bar. Then 12 mm diabar by 2, 6 mm എന്നുള്ളതാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിന്റെ ഡയമീറ്ററിന്റെ പകുതി, ഈ റീൻഫോഴ്സ്മെന്റ് ഡയമീറ്ററിന്റെ പകുതി ഇത്ര നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 728 mm എന്നുള്ളത് നമുക്ക് ലഭിക്കും. ഈ 728 mm ആണ് ടോട്ടൽ ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ്. ദെൻ ഇത് ഡ്രോ ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ഇതിന്റെ സെക്ഷൻ ആണ് ഈ കാണുന്നത്. 12 mm ഡയബാർ ആയിട്ട് 150 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ഷോർട്ട് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 12 mm ഡയബാർ ആയിട്ട് 78 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ലോങ് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ പെഡസ്റ്റൽ കോളത്തിന്റെ റീൻഫോഴ്സ്മെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്നതിനാണ് ചെയ്യുന്നത് PCC, അതായത് ഒരു ബെഡ് ഫോം ചെയ്യുന്നു. ആ ബെഡ് PCC പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഫിഗറാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ദെൻ പെഡസ്റ്റൽ കോൺ, ഈ റീൻഫോഴ്സ്മെന്റ് നമ്മൾ കാണിച്ചിരിക്കുന്നത്, ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന റീൻഫോഴ്സ്മെന്റ് കറക്റ്റായിട്ട് സൈറ്റിൽ കൊടുത്തിരിക്കുന്നതിന്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ നമ്മൾ ഫൂട്ടിങ്ങിന്റെ
ബോട്ടം പോർഷനിൽ കൊടുക്കുന്ന മെഷ് മാറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ടെക്സ്ചർ സൈറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ടോട്ടലി മാറ്റും അതുപോലെ പെഡസ്റ്റൽ കോളത്തിന്റെ റീൻഫോഴ്സ്മെന്റും ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.